മുസ്തഫ, don't worry, മുസ്തഫ. അവൻ മിസ്സായി പോയി. എന്നോട് ഒരു വാക്ക് പറഞ്ഞ അവനെ ഞാൻ കണ്ടുപിടിച്ച് അവനെ കൊല്ലാതെ വിടില്ലായിരുന്നു. കൊല്ലാതെ വിടരുത് അവനെ. അവന്മാരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ആ വഴി പോവാം. എടാ രാത്രി അത്ര അടി വാങ്ങിയിട്ടും ഇവന്മാരെന്താ ഹോസ്പിറ്റലിൽ പോകാതെ അവിടെ വന്നിരിക്കുന്നത്? ഇന്നത്തെ കാര്യം വിട്, നമുക്ക് നാളെ നോക്കാം. ഇപ്പൊ പോവാം. പാ ശരി. നമ്മുടെ പെണ്ണിനെ ആരോടിച്ചടാ? ഏയ് ഒരെണ്ണം തന്നുണ്ടല്ലോ, ശ്രദ്ധയിൽ നടന്നിട്ട് ഞാനിപ്പോ ബ്രേക്ക് പിടിച്ചില്ലായിരുന്നു. എന്ന് സംഭവിച്ചാണ് ബോധമില്ലാത്ത റോഡിൽ കൂടെ നടക്കുക. ഈ റോഡ് നിന്റെ അച്ഛന്റെ വകയാണോടി? ചന്ദ്രബാബുവിന്റെ വകയാ. വെറുതെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നടന്നിട്ടായിരിക്കും. റോഡിൽ നടക്കുമ്പോഴേ ശ്രദ്ധിച്ച് നടക്കണം. മോളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അതിന് വണ്ടി ഇടിച്ചില്ലല്ലോ. നീ വെറുതെ ഇവനോടൊക്കെ എന്ത് സംസാരിക്കാനാ? ഒന്നില്ലെങ്കിൽ കാശ്, അല്ലെങ്കിൽ വണ്ടി. എടാ നീ ഇങ്ങനെ ചൂടായാലും എന്ത് ചെയ്യാനാ? ആദ്യം നമുക്കൊന്ന് കൂളാവാം. രണ്ട് കൂൾ ഡ്രിങ്ക്സ്. അപ്പുറത്തലേനെ അടങ്ങിയിരിക്കും തോന്നില്ല. അവന്മാർ ഇതിൽ ചെയ്യണമല്ലോടാ. നീ ടെൻഷനായി എന്നെ ടെൻഷൻ അടിപ്പിക്കില്ലേ? നമുക്ക് നോക്കാം. ഇതിനെത്രാടോ? 200 രൂപ. കാശ് കൊടുക്കുക. പോവാ. അതൊക്കെ ശരി. ഈ ബോക്സ് അവർക്ക് എങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ? നീ വാടാ, ഞാൻ കാണിച്ചേരാം. നീ എന്തെങ്കിലും കാണിക്കും. ഹലോ ഹലോ ഹലോ, എങ്ങോട്ട് പോവാ? ഇന്ന് എന്റെ കസിന്റെ ബർത്ത്ഡേ. അത് ശരി. ഈ ചോക്ലേറ്റ് ബോക്സ് എടുക്കാൻ മറന്നുപോയി. എന്നാ ആളുടെ പേര് പറ. കുഞ്ഞിലേ മുതലേ ഞങ്ങൾ ചിട്ടി ചിട്ടിന്നാ വിളിക്കുന്നത്. ശരിക്കുള്ള പേര് ഓർമ്മ വരുന്നില്ലല്ലോ. ഇന്ന് ആരുടെ ബർത്ത്ഡേ എന്ന് അന്വേഷിച്ചിട്ട് ചേട്ടൻ തന്നെ ഈ ബോക്സും കൊടുത്താൽ മതി. 2 ചോക്ലേറ്റ് ചേട്ടനും കഴിച്ചോ? ആര് തന്നെന്ന് പറയണം? അവളുടെ ബോയ് ഫ്രണ്ട് കൊടുത്താന്ന് പറഞ്ഞാൽ മതി. അയ്യോ, പാവത്തിന് പേരുമില്ലെന്ന് തോന്നണം. നടക്കടാ. എന്താ പ്രശ്നം എന്ന് പറയൂ? എന്ന് നീ മറ്റൊരു ജാതിക്കാരിയെ കല്യാണം കഴിച്ചോ അന്ന് നിനക്കിതിനുള്ള അർഹത നഷ്ടപ്പെട്ടതാ. സിറ്റിയിൽ ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് കോമൺ അല്ലേ ചേട്ടാ? കോമണോ? നിനക്ക് എന്താടാ? സിറ്റിയിലെ 4 ചുവരിന്റെ ഉള്ളിൽ AC കേട്ട് ജീവിക്കല്ലേ? ഞങ്ങൾ ഇവിടെ കിടന്ന് ചാവണോടാ? നാളെ ഈ തെരുവി കിടക്കുന്നവനൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാ ഞങ്ങളുടെയൊക്കെ തലകുനിയും. നിനക്കെന്താ പ്രശ്നം? ഒറ്റ മോളെ ഉള്ളു, ചാവൂന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചാണ്. എന്തിനാ സംഭവിച്ചേ? പോയി ചാവറ. ഒരു 100 പേര് ചാവുന്നില്ലേ? നമ്മുടെ ജാതിയിൽപ്പെട്ട പെണ്ണുങ്ങൾ വേറെ പോയി കഴിഞ്ഞാ നമ്മളെല്ലാവരുടെയും മാനം കപ്പൽ കയറും. ചേട്ടാ, നിങ്ങൾക്ക് ഒരു മകളില്ലേ? അവള് പ്രേമിച്ചാ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയോ? എടാ, നീ എന്താ പറഞ്ഞേ? എന്റെ മകൾ അതുപോലെ ചെയ്താ രണ്ടിനെ ഞാൻ നടുറോഡിലിട്ട് വെട്ടിക്കൊല്ലും. ആദ്യം ഗ്ലാസ് എടുത്ത് മാറ്റാടാ. ഐ കോണ്ടാക്ട് ഉണ്ടായാലേ ലവ് സ്റ്റാർട്ട് ആവുള്ളൂ. അതെങ്കിതാ കൊണ്ടുപോകും. ഇവനെന്താ ഇവിടെ? ആരെങ്കിലും കണ്ട എന്നെ കുന്നുകളയല്ലോ. എടാ ശിവ, അകത്തോട്ട് വാ. നീ എന്തിനാ ടെൻഷൻ? പെട്ടെന്ന് വാ. എടാ ദൂരെ നിന്ന് കണ്ടിട്ട് പോയിക്കോളാം. ഒന്ന് പോയടാ അവിടുന്ന്. നീ കാരണം അവന്മാര് നീ എന്നെ പിടിച്ചടിക്കും. ഓരോ വെള്ളം പിടിച്ചോണ്ട് വന്നോളൂ. പ്രശ്നമുള്ളതുകൊണ്ടല്ലോ ഇങ്ങോട്ട് വന്ന്. ഇല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോയി കാണുമല്ലോടാ അവളെ. അതാ അവളുടെ വീട്. വേഗം കണ്ടിട്ട് പോയിക്കോ. ഇവിടെ എന്ന് നോക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? നോക്കളിയാ, അങ്ങോട്ടേ വരുന്നടാ. വന്നാലും നിനക്ക് എന്ത് കാണാനാ ഇവിടുന്ന്? രാവിലെ തന്നെ കയറി വന്നോളൂ മനുഷ്യനെ മെനക്കെടുത്താൻ. പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവൻ എന്തീ കാണിക്കുന്നത്? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് പഞ്ഞിക്കെടും. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ ബുദ്ധി നീ പഠിപ്പിക്കാട്ടിരുന്നെങ്കിൽ നിനക്ക് മെഡൽ കിട്ടിയാ. എനിക്ക് ഈ പഠിത്തത്തെ പറ്റി പറഞ്ഞോണ്ടിരിക്കും. ഞാനൊക്കെ പഠിച്ചില്ലെന്ന് വെച്ച് ചീപ്പായിട്ടല്ലേ കാണുന്നത്. നിനക്ക് ചുമ്മാ ദേഷ്യപ്പെട്ടാ മതി. അവന്മാരുടെ കൈ കെട്ടി കഴിഞ്ഞാൽ കൊന്നുകളയും നമ്മള്. അളിയ തൊട്ടടുത്തിരുന്ന് കാണുന്ന പോലെ അല്ലടാ, ദൂരെ നിന്ന് കാണുമ്പോ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലടാ. എനിക്കും കൂടെ എന്തായാലും ഇവിടം വരെ വന്നാൽ ഞാൻ കൊണ്ട് നോക്കാം. എടാ എന്റെ ലവറാ, നീ ഒന്ന് മാറിക്കേ. ശരി ശരി, നീ കണ്ടോ? കണ്ണറിഞ്ഞ കണ്ടോ?
മിസ്സായ പോലെ ഉണ്ടല്ലോ. എന്നാ നീ പോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പറ. ആ അത് കൊള്ളാം. എന്നാ നീ ഒന്ന് അറിയിക്കടാ. ഇത്രയും നാള് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോ നിനക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. ഇപ്പൊ ഒരു ദിവസം അവളുടെ ബസ് മിസ്സായപ്പോ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു. ഇത് കുറച്ച് ഓവറല്ലേ? അതുകൊണ്ടല്ലളിയാ, അവർ ക്ലാസ്സിലെത്താൻ സമയം വൈകൂലേ. ഇന്ന് എന്തുണ്ടായാലും ശരി, നീ ആ പെണ്ണിനോട് സംസാരിക്കണം, നിന്റെ പ്രേമത്തിന്റെ കാര്യം പറയണം, മനസ്സിലായോ? ശരി. അതൊക്കെ ശരി. ഇതുവരെ അവളുടെ പേരെന്താന്ന് പോലും നിനക്കറിയോ? അതും അറിയില്ല. അറിയില്ലേ? അറിയില്ല. നീ ഇറങ്ങ പുറകെ അടങ്ങി ഞാൻ പറയാം. അവിടെ ഇരിക്കേ, ഞാൻ കാണിച്ചു തരാം. പേടിച്ചിരിക്കേ. ഇറങ്ങടാ ശിവ, നീ ഇവിടെ നിൽക്കടാ ശിവ. ഞാൻ പോയിട്ട് വരാടാ ശിവ. അങ്ങോട്ട് നിൽക്കടാ ശിവ. ഞാൻ ഫോൺ വിളിക്കടാ ശിവ. എടാ എന്നാ ഞാൻ പോയിട്ട് വരാടാ. ശരിയാ ശിവ, പോട്ടെ ശിവ പോവാണേ. അയ്യോ, ഒരു കാര്യം പറയാൻ പറ്റുപോയി. എടാ ശിവ, മഹിമോളെ ഒരു മിനിറ്റ്, എന്റെ ഫ്രണ്ട് ശിവനെ ഒന്ന് വിളിക്കോ? ആ അത് തന്നെ, ശിവ ഞങ്ങളുടെ ശിവ. ഏയ് ശിവ, നിന്റെ ഫ്രണ്ട് വിളിക്കുന്നു. ഇപ്പൊ ശരിയായിക്കോ. ഏ ഫെയിലാവാൻ പാടില്ല, എല്ലാം ഇന്ന് പറഞ്ഞോളണം, കേട്ടല്ലോ? ഓക്കെ. നീ പോയി ധൈര്യമായിട്ട് കാര്യം പറയടാ. നല്ല ടെൻഷൻ ഉണ്ടളിയാ. ടെൻഷനൊക്കെ ഉണ്ടാവും, നീ അതൊക്കെ മറന്നുകളാ. കാര്യം പറ. ഞാനിവിടെ ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നോളാം. ഞാനിവിടെ ഉണ്ടല്ലോ, നീ ധൈര്യമായിട്ട് ഐ ലവ് യു പറ. എന്തായാലും പറയോളിയാ. അളിയാ, ഓൾ ദി ബെസ്റ്റ്. ഓക്കേടാ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാനിവിടെ ഉണ്ടാവും. നീ എന്തായാലും പറഞ്ഞിട്ട് തന്നെ ധൈര്യമായിട്ടിരിക്കേ. ഹലോ മഹി, ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ മാറ്റർ. എന്താന്ന് പറയ്. ക്ലാസ്സിന് ടൈമായി, പെട്ടെന്ന് പറയ്. നീ ഇങ്ങനെ ഫേസ് ടു ഫേസ് വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? കുറച്ചൊന്നും കൂടെ തിരിഞ്ഞേ, എന്നാലേ എനിക്ക് പറയാൻ പറ്റൂ. മഹി, നിന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡാ. നന്നായിട്ട് വിശക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഉറക്കവും വരും, പക്ഷെ കിടന്നാൽ ഉറങ്ങാൻ പറ്റണ്ടേ. എല്ലാ ദിവസവും നിന്നെ കാണണമെന്ന് തോന്നും. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നിന്നോട് സംസാരിക്കണം തോന്നും. പക്ഷെ നിന്നെ കണ്ടു കഴിയുമ്പം മനസ്സിൽ എന്തോ ഒരു ഫീലിംഗ് തോന്നും. അവസാനം ഇതൊക്കെ എന്താന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ഇതിനെയാ പ്രേമെന്ന് പറയുന്നത് അവൻ പറയുന്നത്. ഏതവൻ? ദോ അവിടെ നിൽക്കുന്നുണ്ടില്ലേ, അതുകൊണ്ട് ഐ ലവ് യു എന്ന് സിമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പ്ലീസ്, നീ സമ്മതിക്കുകയാണെങ്കിൽ നിന്നെ കല്യാണം കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് നിന്നോട് വഴക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചിരിച്ചു കളിച്ച് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. നീ എന്ത് പറയുന്നു? ഓക്കെ ആണോ? ലവിലൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗേ ഇല്ല. നീ ഇങ്ങനെ പറയുന്നൊക്കെ എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഒരേ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഫീലിങ്സ് നിനക്ക് മനസ്സിലാവും. പതുക്കെ എന്നെ നിനക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടമായിട്ടുണ്ടാവും. എന്ന് വെച്ചാ ഇപ്പൊ വിജയ്, അജിത്ത് ഇവരൊന്നും ആദ്യത്തെ സിനിമയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിലും ഓരോ പടം 5 തവണ ആൾക്കാർ കാണുന്നത്. ഈ പ്രേമം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെ. പതുക്കെ എന്റെ ഡെപ്ത് കൂടിക്കൊണ്ടിരിക്കും. സിനിമകൾ ഒരുപാട് കാണുന്നുണ്ടെന്ന് തോന്നല്ലോ. ഇത് ഏത് സിനിമയിലെ ഡയലോഗാ? അതിന് ഏത് പടത്തിൽ അതിനും മാത്രം നല്ല പഞ്ച ഡയലോഗ് ഉള്ളത്. ഓഹോ, നീ ഞാൻ വിചാരിച്ച പോലെയൊന്നല്ലോ. അല്ല, എന്നിട്ടൊന്ന് പറഞ്ഞിട്ട് പോന്നേ. ശരി, ഇപ്പൊ ഞാൻ എന്താ പറയണ്ടേ? ഐ ലവ് യു എന്ന് പറയണോ? എന്നാ അത് പറ കേക്കട്ടെ. ശരി, പറഞ്ഞു തന്നെ വെക്ക്. അത് കഴിഞ്ഞ എന്ത് ചെയ്യും? സാധാരണ എല്ലാരും എന്താ ചെയ്യാ, അതൊക്കെ തന്നെ ഞാനും ചെയ്യും. അല്ലാതെ പുതുതായിട്ട് എന്ത് ചെയ്യാനാ? അതിലൊന്നും എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. നീ പോയി പണി നോക്ക്. സെറ്റായെന്ന് തോന്നുന്നു. എല്ലാം സെറ്റായോ? കുറച്ചേരം സംസാരിച്ചളിയാ, പക്ഷെ അങ്ങോട്ട് കൺഫേം ആയില്ല. വെയിറ്റിംഗ് ലിസ്റ്റില്ല. നീ എന്താ ട്രെയിനിലാണോ പോന്നെ? വെയിറ്റിംഗ് ലിസ്റ്റിലൊക്കെ ആവാൻ എന്ത് ചെയ്യാനാ ഇവനൊക്കെ? ഒന്ന് വാടാ. ഹലോ മഹി, ഒരു മിനിറ്റ്. ഇനി എത്ര ദിവസം ഇങ്ങനെ? എന്റെ ആളുകൾ കണ്ട ഒരുപാട് പ്രോബ്ലം ആവും. പ്ലീസ് നിങ്ങൾ പോകുന്നു. ഹലോ, പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യുകയും ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യത്തെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ?
എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? നിന്ന് തന്നാലേ പതുക്കെ പറയാൻ പറ്റൂ, അതുകൊണ്ട് ഉറക്കെ പറഞ്ഞത്. മഹി മഹി സീരിയസ് ആയിട്ടാ പ്രേമിക്കുന്നെന്ന് പറഞ്ഞത്. നീ എന്നെ സീരിയസ് ആയിട്ടാണോ പ്രേമിക്കുന്നത്? ലവ് എന്ന് പറഞ്ഞാൽ തന്നെ സീരിയസ് അല്ലേ കൊച്ചെ? ടൈം പാസിന് ചുമ്മാ ജോലി അടിച്ച് ചുറ്റിക്കറങ്ങാന്നല്ലേ ഉള്ളൂ. വേറെ എന്ത് വേണേലും നടക്കുകയും ചെയ്യും. പക്ഷെ ടൈം പാസിന് പ്രേമിക്കാൻ പറ്റില്ല, കാരണം അത് മനസ്സുകൾ തമ്മിലുള്ള ഒരു അടുപ്പമല്ലേ. ഇവിടെ നോക്കി, നീ സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും ശരി, ഇനി നീ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാലും ശരി, എന്റെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം ഇന്നും ഉണ്ടാവും. മഹി നോക്കിക്കോ, നാളെ ഇതേ സമയം വരെ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഐ ലവ് യു അങ്ങനെ നീ എൻ്റെ അടുത്ത് പറയണം. അതെന്തായാലും നീ പറയും, അതെനിക്ക് ഉറപ്പാ. എന്റെ മുറപ്പണിനോട് ഐ ലവ് യു പറയോ നീ? ഇവനോടൊക്കെ എന്ത് പറയാനാ? തല്ലി കൊല്ലവനെ. പിടിക്കാൻ